ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പൂർവികർ അവരെ സ്മരിച്ചതിന് ശേഷം വേണം നമ്മുടെ കാര്യപരിപാടികൾ നമുക്ക് തുടങ്ങാൻ. കാരണം നമുക്കിന്നിവിടെ വന്നിരിക്കാനും ഈ പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അവസരം ഒരുക്കിത്തന്ന അവരോട് ആദ്യം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ വ്യാപകൻ അധ്വാനിച്ച പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. ചിലർ നാട്ടിൽ സെറ്റിലായിട്ടുണ്ട്. പഴയ ആൾക്കാർ ഇപ്പം എനിക്കൊന്നൊരു 3-4 പേര് പഴയ ആൾക്കാരുണ്ട് ഇവിടെ. ഭാസ്കരവായി, വിജയേട്ടന്, രവിയേട്ടന്, അങ്ങനെ പിന്നെ ഞാനുൾപ്പെടെ ഉള്ളൊരു 4-5 പേരുണ്ട് ഇവിടെ. ബാക്കി എല്ലാവരും നാട്ടിലുമായിട്ടും പല അവരവരുടെ ജീവിത പ്രശ്നമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്തായാലും നമുക്കിങ്ങനെ ഒരു അവസരം ഇവിടെ വന്നിരിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കാനും പറ്റിയത് അവരോട് കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷം പൂജാതി കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നു. അതിൽ നമ്മുടെ തിരുമേനി, നമ്മുടെ മേൽശാന്തി വളരെ മംഗളകരമായി ഇവിടുത്തെ ദേവീദേവന്മാരുടെ അനുഗ്രഹത്തോടും അതുപോലെ തന്നെ നമ്മുടെ മേൽശാന്തി ശ്രീ അജയകുമാർ തിരുമേനിയുടെ കാർമ്മികത്വത്തിലുള്ള പൂജയിലും എല്ലാം വളരെ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് സാക്കിനാക്കയിൽ സൗത്ത് ഇന്ത്യൻസിന്റെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ അമ്പലം തുടങ്ങുന്ന സമയത്ത് 75-80% സൗത്ത് ഇന്ത്യൻസാരുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഏതാണ്ട് 75% തന്നെ പോയിരിക്കുകയാണ്. ചിലപ്പോൾ 10-15% ഉള്ളൂ ഇപ്പം സാക്കിനാക്കയിലുള്ളത് സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയാം. എങ്കിലും നമ്മുടെ ക്ഷേത്രത്തിൽ പൂജകളും എല്ലാം ഇവിടുത്തെ ദേവീദേവന്മാരുടെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിന് ഇവിടുത്തെ ദേവീദേവന്മാരോട് നമസ്കാരം പറയുവാണ്, നന്ദി പറയുവാണ്. കാര്യം അവര് ഇത്രയും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ മെമ്പർമാരുടെ ഒരു പ്രവർത്തന കുറവ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അമ്പലം നല്ല രീതിയിൽ നടക്കണം, നല്ല രീതിയിൽ ഡെവലപ്പ് ആകണം ഒക്കെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ അർപ്പണ മനോഭാവം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. പ്രവർത്തന കുറവ്. വരും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു പോകുന്നുണ്ട്, അങ്ങ് നടന്നു പോട്ട്, ഞങ്ങളും ഞങ്ങളെ കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ആകുന്ന സമയത്ത് വന്ന് ചെയ്യാം, ആ ഒരു മനോഭാവമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങളിൽ എത്താൻ സാധിക്കുകയില്ല. എല്ലാവരും അതിനാവശ്യം സമയങ്ങൾ കണ്ടെത്തണം. എല്ലാവർക്കും അറിയാം, എല്ലാവരും ബിസിയാണ്, ആരും ഫ്രീ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും ഇതിനുവേണ്ടി സമയം കണ്ടെത്തണം. നമുക്ക് ഉദാഹരണമായിട്ട് ഇവിടെ അന്നദാനം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല പരിശ്രമിക്കാൻ. രാവിലെ വന്ന് പരിശ്രമിക്കാനും വൈകിട്ട് വരാനൊന്നും ആൾക്കാർ വളരെ കുറവാണ്. ഒന്നും വേണ്ട, നമ്മളിവിടെ ഒരു എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഒരു ഭജന നടത്തുന്നതാണ് 7:30. ആ ഭജനയുടെ സമയം തന്നെ മാറ്റിവെക്കേണ്ടി വന്നു. ഇവിടെ അന്നദാനത്തിന് ശ്രമിക്കണമെന്നും പറഞ്ഞോണ്ട്, അന്നദാനത്തിന്റെ ശ്രമം നടത്തണമെന്നും പറഞ്ഞോണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഒരു നല്ല കാര്യമല്ല. 7:30 ദിവാരാധന കഴിഞ്ഞ് ഭജന എന്ന് പറഞ്ഞത് ആ സമയത്ത് തന്നെ നടക്കേണ്ടതാണ്. അല്ലാതെ ഇവിടെ മാനും മനുഷ്യരും ഇല്ലാതെ അമ്പലവും കൊണ്ട് തിരുമേനി മാത്രമുള്ള സമയത്ത് ഇവിടെ ഭജന നടത്തുക എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അത് നമ്മൾ മാറ്റിയേ പറ്റത്തുള്ളൂ. ദിവാരാധന കഴിഞ്ഞെന്നുള്ള ദിവാരാധന കഴിഞ്ഞേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവരും കൂടി വന്ന് അന്നദാനത്തിന് ശ്രമിക്കണം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഭജനയ്ക്ക് ഇരിക്കുന്നവർ തന്നെ വന്നിട്ട് ചെയ്യണമെന്നുള്ളതല്ല. അവരും ചെയ്യണം എന്നല്ല, ബാക്കിയുള്ളവരും കൂടി വന്ന് അതിനുവേണ്ടി ശ്രമിക്കണം. കൂടാതെ നമ്മുടെ ഈ കഴിഞ്ഞ വർഷം മണ്ഡല മകരവിളക്കാലത്തെല്ലാം പൂജകളെല്ലാം വളരെ ഭംഗിയായി നടന്നു. 23 ഉദയാസ്തമന പൂജകൾ നടന്നു, 10 അന്നദാനങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ഭക്തജനങ്ങളെല്ലാം അത് ഓഫർ ചെയ്താണ് കൂടുതലും അങ്ങനെ നടന്നിരിക്കുന്നതെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ശബരിമല യാത്ര വളരെ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചു.
ഭാഗവത സപ്താഹം. ഭാഗവത സപ്താഹത്തിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. കാര്യം നമ്മളിവിടെ മൂലം ഭാഗവതം സപ്താഹമായിട്ട് നടത്തിയിരുന്നില്ല. അപ്പം പലരും അങ്ങനെ അഭിപ്രായപ്പെട്ടു, നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രം മൂലം ഭാഗവതം നടത്തിയിട്ടില്ല, അതൊന്നും നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ നടത്തി, ഭാഗവത സപ്താഹം നടത്തി. വിജയപ്രദമായിരുന്നു, സപ്താഹം വിജയപ്രദമായിരുന്നു. പക്ഷേ പലർക്കും ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലം ഭാഗവതമാകുമ്പം അത് സംസ്കൃതമാണ്, അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ കൂടാതെ കിളിപ്പാട്ടിലാണെങ്കിൽ ഭജനയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ ഒരു ഭജന എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു അരങ്ങായിരിക്കും. ഭജനയ്ക്കൊക്കെ കേൾക്കാനൊക്കെ ഒരു പ്രത്യേക ഒരു ഓളം അതിനകത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു വർഷം നമ്മൾ മൂലം ഭാഗവതം നടത്തി. അടുത്ത വർഷത്തേക്ക് നമ്മൾ ഇപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത വർഷം കിളിപ്പാട്ടാണ്. അതായത് ജനുവരി 4 മുതൽ 10 തീയതി വരെ, ജനുവരി 3 മുതൽ 10 തീയതി വരെ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശ്രീ മഞ്ചല്ലൂർ സതീശനെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇവിടെ 2 പ്രാവശ്യം വന്ന് വളരെ സക്സസ് ആയിട്ട് ചെയ്തു. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ പേരുകെട്ട ഒരു ആചാര്യനാണ് മഞ്ചല്ലൂർ സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത്യാഗ്രഹവും ഇല്ലാത്ത ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിന് സാധാരണ ഇതിനു മുമ്പ് 2 പ്രാവശ്യം വിളിച്ചപ്പോഴും അദ്ദേഹത്തിന് ഡേറ്റ് അവൈലബിൾ അല്ലായിരുന്നു. ഇത്തവണ ബുക്ക് ചെയ്തപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് ഡേറ്റ് അവൈലബിൾ ആയിരുന്നു. അദ്ദേഹത്തിനെ ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത വർഷം കിളിപ്പാട്ട് തന്നെ ആയിരിക്കും. ക്ഷേത്രത്തിൽ നമുക്ക് വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ MLA ശ്രീ ദിലീപ് മാമയെ നമ്മൾ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിരുന്നു. അതനുസരിച്ച് അദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ തവണ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രോയിങ് ഒക്കെ എങ്ങനെ വേണമെന്നുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡ്രോയിങ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോയിങ് എത്രയും പെട്ടെന്ന് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കും. നോക്കാം. ഇദ്ദേഹത്തെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള മുഴുവൻ പണികളൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മളും ഇറങ്ങിത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റീകൺസ്ട്രക്ഷൻ ഇവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും മിനി ശബരിമല ക്ഷേത്ര പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാരായണീയത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള ടീമും പങ്കെടുത്തിരുന്നു. ഇതിനകത്തിൽ പങ്കെടുത്ത അവരെല്ലാം വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അവിടെ പോയി ഒരുമാതിരി നല്ല രീതിയിൽ അവർ പാരായണം ചെയ്തിരുന്നു. പിന്നെ 42 ടീം പങ്കെടുത്തതാണ്. അതിനകത്ത് ഫസ്റ്റോ സെക്കൻഡോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തു. മാക്സിമം നമ്മൾ പരിശ്രമിച്ചു. അവിടെ പോയി നമ്മൾ ചെയ്തു. അതിൽ പങ്കെടുത്ത എല്ലാ ടീം അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആ സമയത്ത് ഒരു 1-1.5 മാസം കൊണ്ടുള്ള പ്രാക്ടീസ് അല്ല. നമ്മളിവിടെ എല്ലാ ആഴ്ചയിലും ഇവിടെ നാരായണീയ പാരായണം നടക്കുന്നുണ്ട്. കഴിവതും എല്ലാവരും അതിനകത്ത് പങ്കെടുക്കാൻ നോക്കണം. ചില സമയത്തൊക്കെ അസൗകര്യമായിരിക്കും, എങ്കിലും ശരി അതിൽ ആഴ്ച നടക്കുന്ന പാരായണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ മെച്ചമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബാലഗോകുലം നടത്തുന്നുണ്ട്. ബാലഗോകുലത്തിൽ കുട്ടികൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള കുട്ടികളെയൊക്കെ ഇവിടെ ഒരു കാര്യം, എന്ത് കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വിലയില്ല. ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെ. നമ്മളിതെല്ലാം വളരെ അമ്പലം എന്നുള്ള രീതിയിൽ ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന രീതിയിൽ നമ്മളിത് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ മലയാളം, ആധ്യാത്മികമായിട്ടുള്ള പാഠങ്ങൾ, മറ്റ് ജനറൽ നോളജ് അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇത് കുട്ടികൾ നല്ലതാകട്ടെ, അവരുടെ ഭാവി നല്ലതാവട്ടെ. കാര്യം നമുക്കിന്നറിയാം, പലരുടെയും രീതികൾ അറിയാം. നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ തന്നെ കുട്ടികളുടെ രീതികളൊക്കെ നമുക്ക് അറിയാം. അപ്പം നല്ല രീതിയിലാകട്ടെ എന്നുള്ള രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം കുട്ടികൾ വളരെ കുറവാണ്. എങ്കിലും ശരി, അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അത് നടത്തുന്ന അതിൻ്റെ ടീച്ചർമാർ 2 പേരുണ്ട് ഇവിടെ, ശ്രീമതി സിന്ധു ആൻഡ് ശ്രീമതി ജയ. ഇവർ 2 പേരും അവർക്ക് സമയമില്ലെങ്കിലും ശരി സമയം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ ആ രീതിയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്.
നമുക്ക് അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ അഭാവമുണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ. നമ്മൾ കൂടുതൽ മെമ്പേഴ്സിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പരിചയമുള്ളവരെ നമുക്ക് അമ്പലമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റുന്ന മെമ്പർമാർ. അത് ഇന്നവരില്ല മലയാളി വേണം അല്ലെ ബാംഗ്ലൂര് വേണമെന്നില്ല. മലയാളി, ബാംഗ്ലൂര്, മഹാരാഷ്ട്ര, യുപിക്കാർ ആരാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അമ്പലത്തുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റുന്നവരെ ആരെയാണെങ്കിലും നമുക്ക് ഇതിനകത്ത് മെമ്പർമാരാക്കണം. എന്നെങ്കിൽ ഇത് നാളെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് ഇരിക്കുന്നവരെല്ലാം ഒരുപക്ഷെ നാളെ ഇതെല്ലാം ചെയ്യണം, ഇവിടെ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇത് നമ്മൾ മുന്നോട്ട് നമ്മുടെ ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ മെമ്പർമാർ ആവശ്യം. പ്രത്യേകിച്ച് യൂത്ത് വിങ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു യൂത്ത് വിങ്ങിൻ്റെ ഒരു നല്ല കുറേ അധികം കുട്ടികളുണ്ട്. പക്ഷെ അവരാരും മുന്നോട്ട് കൂടുതലായിട്ട് വരുന്നില്ല. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ഇന്ന് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ യൂത്ത് വിങ്ങിനെ എങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് മുന്നോട്ട് കൊണ്ടുവരാം, അവരെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും, അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡിസ്കഷൻ നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിൽ തന്നെ ആവശ്യമാണ്. കാര്യം അത് നമുക്ക് വളരെ ആവശ്യമാണ്. യൂത്ത് വിങ്ങിനെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം മന്ദഗതിയിലാവുക. അവരുടെ പ്രവർത്തനം നമ്മൾ അത് കാര്യക്ഷമമാക്കി എടുക്കണം. നമ്മൾ ക്ഷേത്രം എന്നുള്ളതിന്റെ മീനിങ് തന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. അത് ക്ഷയാതായതേ ഈ ക്ഷേത്രം, ക്ഷേത്രത്തിന്റെ മീനിങ് അതാണ്. അപ്പം നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ വളരെ ശാന്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ട് കാര്യങ്ങളെല്ലാം കൂടുതൽ ഭംഗിയാക്കി തീർക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ മുമ്പിൽ പറഞ്ഞ് നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ചെടികളിലൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കി വെക്കണമെങ്കിൽ കുറച്ച് ആൾക്കാർ, ഒന്നോ രണ്ടോ പേര് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പം നല്ല മഴ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ വലിയ ചെടികളെല്ലാം താഴോട്ട് പോകും. കാര്യം ഇതെല്ലാം നമ്മൾ ചെടികളെ ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്, കുന്തിച്ച് അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഉദാഹരണത്തിന് കൊന്നമരം കഴിഞ്ഞ മഴയ്ക്കും വീണിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് നമ്മുടെ കൂവളം, കൊന്നമരമൊക്കെ വീണാലും കുഴപ്പമില്ലെന്ന് വെക്കാം. പക്ഷേ കൂവളം പോകാൻ പാടില്ല നമുക്ക്. അപ്പം അതിനകത്ത് കുറേ ജോലികളുണ്ട്. അതിനകത്ത് ഒരു 4-5 പേര് വിചാരിച്ചെങ്കിൽ മാത്രമേ അതൊന്ന് നേരെയാക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് നമ്മുടെ എല്ലാത്തിനും നമ്മൾ കൂലിക്ക് ആളിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് അമ്പലത്തിനും അതിന് തക്ക വരുമാനമൊന്നും ഇല്ല, നമുക്കറിയാമല്ലോ. അപ്പം എല്ലാവരും കൂടെ വിചാരിച്ച് ഒരു ദിവസം അതിന് മെനക്കെട്ട് അത് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റോക്ക് എടുത്തില്ല എന്നുള്ളത്. 2 വർഷം കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്. സ്റ്റോക്ക് എടുക്കുന്നതിന് നമ്മളൊരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ കമ്മിറ്റി ഒന്നും അതിന് മുൻകൈ എടുത്തിട്ടില്ല. അപ്പം ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ ചിലപ്പോൾ ഒരു വാട്ടിയോ ഒരു പ്ലേറ്റോ ഒക്കെ ആയിരിക്കും പോകുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് അത് വളരെ വിലപ്പെട്ടതാണ്. അത് എന്തുവാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. നമുക്ക് സ്റ്റോക്ക് എടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, അത് രീതി ശരിയല്ല. നമ്മുടെ പ്രവർത്തനം അത്രമാത്രം ശോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ പ്രവർത്തനം ശോഷിച്ചു എന്നേ അതിന് പറയാനും പറ്റുള്ളൂ. തീർച്ചയായിട്ടും അമ്പലത്തിന്റെ ജംഗമ സാധനങ്ങളുടെ എല്ലാം സ്റ്റോക്ക് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഇനി അധികം താമസിക്കാതെ അത് എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അജണ്ട അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരോടും ഈ കഴിഞ്ഞ 2 വർഷത്തിലൂടെ ഇടയിൽ എന്തെങ്കിലും ഭാഗപ്പെടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്നും കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. പറയാൻ മനുഷ്യൻ്റെ കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്ക് എന്തെങ്കിലും ഭാഗപ്പെടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്നാണ് ഈ പറയാനുള്ളത്. മറ്റേ ഇനി നമ്മുടെ കാര്യപരിപാടികളോട്ട് വരാം. ഓരോരോ അജണ്ട അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. മാസത്തിലോരോ നാരായണീയം വെച്ചുകൂടെ അന്നദാനം ദിവസം ഈ കാര്യങ്ങൾ വീര്യം പ്രതികരിച്ച സുരക്ഷാഭടന്മാർ, സാമൂഹിക പ്രകൃതിക്ഷോഭവും മറ്റു ദുരന്തങ്ങളും മൂലം നിര്യാതരായവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പരേതാത്മാക്കളുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി നോയൻ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. അഷ്ടദേവ്യ മഹാഗണപതി ഹോമം പതിവ് പോലെ ഈ വർഷവും വിനായക ചതുർത്ഥി ദിവസം 108 നാളികേരം കൊണ്ട് അഷ്ടദേവ്യ മഹാഗണപതി ഹോമം നമ്മുടെ ക്ഷേത്രം മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ വളരെ ഭംഗിയായി
നടത്തുവാൻ സാധിച്ചു. ഗണപതി ഭഗവാന്റെ ശ്രീകോവിൽ പ്രത്യേകം അലങ്കരിക്കുകയും ചെയ്തു. അഷ്ടദീപ്യ ഗണപതി മഹാഗണപതി ഹോമത്തിന് 500 രൂപ അതിൽ കൂടുതൽ തന്നവരുടെ കുടുംബത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ പ്രത്യേക പൂജകൾ നടത്തുകയുണ്ടായി. പങ്കെടുത്ത എല്ലാവർക്കും പ്രസാദം നൽകുകയും ചെയ്തു. ശ്രീകൃഷ്ണ ജയന്തി. സെപ്റ്റംബർ 14 അഷ്ടമിരോഹിണി ദിവസം നാരായണീയ പാരായണവും സഹസ്രനാമ അർച്ചനയും വൈകിട്ട് ഉരയടിയും നടത്തുകയുണ്ടായി. രാത്രിയിൽ അന്നദാനവും നടത്തി നല്ല രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി. രാവിലെ എത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും പാൽപായസവും നൽകുകയുണ്ടായി. പ്രത്യേക വഴിപാടുകളായി അർച്ചന, സമൂഹ സഹസ്രനാമ അർച്ചന, തുളസിമാല സമർപ്പണം, തൃക്കൈ വെണ്ണ നിവേദ്യം എന്നീ പൂജകളും നടത്തി ആഘോഷിക്കുകയുണ്ടായി. തിരുവോണം. ഇത്തവണയും പതിവ് പോലെ തിരുവോണ ദിവസം നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി. ദേവീദേവന്മാരുടെ മുഖം ചാർത്തിയും നമ്മുടെ യൂത്ത് വിംഗ് അംഗങ്ങൾ അത്തപ്പൂ ഇടുകയും ചെയ്തു. രാവിലെ ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും പാൽപായസം നൽകുകയും ചെയ്തു. നവരാത്രി മഹോത്സവം ഓർഡിനൻസനുസരിച്ച് അലർട്ട് വെച്ചിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഈ കാലയളവിൽ നവരാത്രി മഹോത്സവം 22/9/2025 മുതൽ തുടങ്ങിയുണ്ടായി. 23/9 ചുറ്റുവിളക്ക്, ദേവി മഹാത്മ്യ പാരായണവും സർവൈശ്വര്യ പൂജയും ഭഗവതി സേവയും, വിജയദശമി ദിവസം സരസ്വതി പൂജ, ഗ്രന്ഥപൂജ, വിദ്യാരംഭം കുറിക്കൽ, വിദ്യാഗോപാല അർച്ചനയും നടത്തുകയും ചെയ്തു. 10ലും 12ലും ഉന്നത ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മെറിറ്റ് സർട്ടിഫിക്കറ്റും നൽകുകയും 70 വയസ്സിന് മുകളിലുള്ളവരെ ആദരിക്കുകയും ചെയ്തു. നാരായണീയം കോമ്പറ്റീഷനിൽ പങ്കെടുത്ത വനിതാ അംഗങ്ങളെയും ആദരിക്കുകയുണ്ടായി. അതിനുശേഷം കുട്ടികളുടെ ഡ്രോയിങ് കോമ്പറ്റീഷനും ക്വിസ് കോമ്പറ്റീഷനും നടത്തുകയുണ്ടായി. അന്ന് ശ്രീമതി രതിയമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അന്നദാനവും നടത്തുകയുണ്ടായി. കർക്കിടക വരും. പതിവ് പോലെ ഈ വർഷവും ശ്രീമാൻ നന്ദകുമാർ അവരുടെ കാർമ്മികത്വത്തിൽ ജോ കടപ്പുറത്ത് വെച്ച് ബലിതർപ്പണം നടത്തുകയുണ്ടായി. 68 അംഗങ്ങൾ ബലിതർപ്പണത്തിൽ പങ്കെടുത്തു. ബാഹുബലിക്ക് ശേഷം നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് തിലഹോമവും നടത്തുകയുണ്ടായി. ആ തിലഹോമത്തിലെ 51 അംഗങ്ങൾ പങ്കെടുത്തു. പെയിന്റിംഗ് ജോലികൾ. മകരവിളക്കിന് മുൻപായി എല്ലാ വർഷവും നമ്മൾ ക്ഷേത്രം പെയിന്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ വർഷവും നമ്മൾ പെയിന്റിങ്ങിന് കൊട്ടേഷൻ വിളിക്കുകയുണ്ടായി. 3 പേരുടെ കൊട്ടേഷൻ ആണ് കിട്ടിയത്. ശ്രീമാൻ പ്രസാദ് 1,20,000 രൂപയും, വിക്ക 1,10,000 രൂപയും, വിജയ് 90,000 രൂപയും ആണ് കൊട്ടേഷൻ തന്നത്. അതിൽ നിന്നും 90,000 രൂപയ്ക്ക് കൊട്ടേഷൻ തന്ന വിജയ്ക്ക് 75,000 രൂപയ്ക്ക് പെയിന്റിങ്ങിന്റെ ജോലികൾ കൊടുക്കുകയുണ്ടായി. മണ്ഡല മകരവിളക്ക് മഹോത്സവം. പതിവ് പോലെ ഈ കാലയളവിൽ മണ്ഡല മകരവിളക്ക് പൂജകൾ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചു. വൃശ്ചികം 1-ാം തീയതി പതിവ് പോലെ നല്ല രീതിയിൽ അലങ്കരിക്കുകയും ഭാഗവത പാരായണം നടത്തുകയുണ്ടായി. അന്ന് തന്നെ ഉദയാസ്തമനം സുദർശന ഹോട്ടലുകളുടെ വകയായിട്ടായിരുന്നു. 12 വിളക്ക് മഹോത്സവം ശ്രീ രാഘവൻ നായർ, ഭാസ്കർ മൊയ്ലി, ശ്രീമാൻ കണ്ണൻ പിള്ള, ശ്രീമാൻ ബാബു പി നായർ ആൻഡ് ഫാമിലി എന്നിവരുടെ വകയായിരുന്നു. തൃക്കാർത്തി മഹോത്സവം പതിവ് പോലെ നായർ സമാജത്തിന്റെ വകയായിട്ടുമായിരുന്നു. മണ്ഡലവിളക്ക് എല്ലാ വർഷവും നടത്താറുള്ള ശ്രീമാൻ KKR മോഹൻ്റെ വകയായിട്ടുമായിരുന്നു. മണ്ഡലവിളക്ക് വളരെ നല്ല രീതിയിൽ പുഷ്പാലങ്കാരവും മുഴുവൻ നിലവിളക്കും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തു. അന്നത്തെ ദീപാരാധന വളരെ ഭംഗിയായി നടത്തുവാൻ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത KKR മോഹനെ പത്തനക്കാവ് ദേവീദേവന്മാരുടെ നാമദൈവത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. മകരവിളക്ക് മഹോത്സവമാണ്. ഇത്തവണയും മകരവിളക്ക് നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി. ഇത്തവണ നമ്മുടെ ഘോഷയാത്രയ്ക്ക് അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഉത്സവ വിഗ്രഹവുമായി നാമജപത്തോടെ ശ്രീനാരായണ മന്ദിര ക്ഷേത്രത്തിൽ നിന്നും ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയതിനു ശേഷം തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും മഹാദീപാരാധന നടത്തുകയും ചെയ്തു. തുടർന്ന് പ്രസാദ വിതരണം നടത്തുകയുണ്ടായി. ഈ മകരവിളക്ക് വിജയപ്രദമാക്കി തന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പ ദേവീ ദേവന്മാരുടെ നാമധേയത്തിൽ നന്ദി അറിയിച്ചു കൊടുത്തു. ഈ കാലയളവിൽ 23 ഉദയാസ്തമന പൂജകളും 10 അന്നദാനവും നടത്തുകയുണ്ടായി. ശബരിമല യാത്ര. അതുപോലെ നവംബർ 29-ന് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും 30 അയ്യപ്പന്മാരുമായി കേരളത്തിലെ കുറച്ച് പ്രശസ്ത ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശബരിമല യാത്രയ്ക്ക് പോവുകയുണ്ടായി. ശബരിമല യാത്ര വളരെ നല്ലതായി നടത്തുവാൻ സാധിച്ചു. ശബരിമല യാത്രയുടെ അന്നേ ദിവസം അന്നദാനവും ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ശബരിമല യാത്രയിൽ നിന്നും 98,310 രൂപ ബാലൻസ് കിട്ടുകയും ചെയ്തു. ഭാഗവത സപ്താഹം. 14ാമത് ഭാഗവത സപ്താഹം 4 ജാനുവരി 2020 തുടങ്ങിയുണ്ടായി. ഈ വർഷം നമ്മൾ മൂലഭാഗവതമായിരുന്നു പാരായണം ചെയ്തത്. യജ്ഞാചാര്യൻ ശ്രീ ബ്രഹ്മശ്രീ മുംബൈ നാരായൺജി ആയിരുന്നു. സഹ ആചാര്യന്മാരായി ശ്രീ നന്ദകുമാർ,
ശ്രീ സദാശിവൻ പിള്ളയും യജ്ഞ ഗോദാവ് ശ്രീ അജയകുമാർ നമ്പൂതിരിയുമായിരുന്നു. ജനുവരി 4-ാം തീയതി ലക്ഷ്മീനാരായണ മന്ദിരത്തിൽ നിന്നും ശ്രീമദ് ഭാഗവത ഭജനയാത്ര ആരംഭിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് ഭദ്രദീപം തെളിയിക്കുകയും ആചാര്യങ്ങളും നടത്തുകയും ചെയ്തു. തുടർന്ന് നമ്മുടെ ആചാര്യൻ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തുകയുണ്ടായി. പൂജകളും അന്നദാനവും നടത്തിയവരുടെ ലിസ്റ്റുകൾ. ആദ്യത്തെ ദിവസം ശ്രീമാൻ എ.പി. ബാലകൃഷ്ണ വഴിയായിരുന്നു അന്നദാനം. 1-ാം ദിവസത്തെ പൂജകളും അന്നദാനം നടത്തിയത് ആദ്യം രാജഗോപാലനും കുടുംബവും, 2-ാം ദിവസം ഗോവിന്ദൻ നായരും കുടുംബവും, 3-ാം ദിവസം ശ്രീമാൻ ശശിധരൻ നായരും കുടുംബവും വവായി, 4-ാം ദിവസം ശ്രീ രാധാകൃഷ്ണൻ നായരും ഫാമിലി, 4-കൃഷ്ണൻ നായർ, പി ടി ജയകുമാർ, ശ്രീ സിദ്ധാർത്ഥ് പിള്ളനി ആൻഡ് ഫാമിലി, ശ്രീ സദാശിവൻ പിള്ള ആൻഡ് ഫാമിലി, ശ്രീ രാജേഷ് രാജപ്പിള്ള ആൻഡ് ഫാമിലി, 5-ാം ദിവസം ശ്രീ ശ്രീകുമാർ ആൻഡ് ഫാമിലി, വിജയകുമാർ ആൻഡ് ഫാമിലി, ശ്രീ ജയകുമാർ ആൻഡ് ഫാമിലി, ശ്രീ ജയപ്രകാശ് ആൻഡ് ഫാമിലി, ശിവപ്രസാദ് ആൻഡ് ഫാമിലി, ശ്രീ രാംദാസ് ആൻഡ് ഫാമിലി, ശ്രീ ഹരികുമാർ പിള്ള ആൻഡ് ഫാമിലിയുടെ വഴിയായിരുന്നു. ദിന പൂജകൾ ആറാം ദിവസം അയ്യപ്പ സേവാ സംഘം ജാനുവരി 7-ാം ദിവസം ശ്രീമാൻ ഗോപിനാഥൻ പിള്ള ഫാമിലിയായിരുന്നു. മൂലം ഭാഗവത ആയതുകൊണ്ട് ശ്രോതാക്കൾക്ക് കൂടുതൽ മനസ്സിലായില്ല എന്നും നമ്മൾ ആദ്യമായി നടത്തിയ മൂലഭാഗവതം വിജയപ്രദമായി ആക്കി തന്ന എല്ലാവർക്കും ക്ഷേത്രത്തിന്റെ കീഴിൽ നന്ദി അറിയിച്ചു. നാരായണീയ കോമ്പറ്റീഷൻ ഈ ശബരിമലയിൽ വെച്ച് നടന്ന നാരായണീയ കോമ്പറ്റീഷൻ പതിവുപോലെ ഈ വർഷവും നമ്മുടെ ക്ഷേത്രത്തിൽ മഹിളാംഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. അവർ നല്ല രീതിയിൽ പാരായണം ചെയ്യുകയുണ്ടായി. അവർക്ക് പാരിതോഷികമായി 2000 രൂപ കിട്ടുകയും അന്ന് തന്നെ വൈകിട്ട് അവർ ആ തുക ക്ഷേത്രത്തിൽ എത്തിക്കുകയും ചെയ്തു. ഈ കോമ്പറ്റീഷന് പങ്കെടുത്ത എല്ലാ വനിതാംഗങ്ങൾക്കും ദേവീ ദേവന്മാരുടെ നാമധേയത്തിൽ നന്ദി അറിയിച്ചുകൊള്ളു. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം നല്ലതുപോലെ തെളിച്ച് അറിയിച്ചതനുസരിച്ച് വിഷ്ണു ഭഗവാനെ പ്രത്യേകം പൂജകൾ നടത്തണമെന്ന് അറിയിച്ചു. നമ്മൾ താൽക്കാലികമായി ഒരു റെഡിമെയ്ഡ് ക്ഷേത്രം സൈഡിൽ വെച്ച് മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ വെച്ച് ദൈനംദിന പൂജകൾ നടത്തി വരുന്നു. പൊങ്കാല നിവേദ്യം കുംഭഭരണി ദിവസം പതിവ് പോലെ ഈ കാലയളവിൽ നമ്മൾ പൊങ്കാല നിവേദ്യം നടത്തുകയുണ്ടായി. 46 സ്ത്രീജനങ്ങളായിരുന്നു അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയത്. അന്ന് വൈകിട്ട് ഭഗവതി സേവ നടത്തുകയുണ്ടായി. മെയിൻ്റനൻസ് ജോലികൾ നമ്മുടെ ക്ഷേത്രം മേൽശാന്തി താമസിക്കുന്ന റൂമിൻ്റെ മുൻഭാഗം നമ്മൾ ഗ്രില്ല് വെച്ച് മടക്കുകയുണ്ടായി. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് റൂമിൻ്റെ സൈഡിൽ വാട്ടർ ടാങ്ക് വെച്ചിരുന്ന സ്ഥലത്ത് എലിശല്യം കൂടിയപ്പോൾ അവിടെയും ഇരുമ്പിൻ്റെ ജാലി വെച്ച് മടക്കുകയും ചെയ്തു. ഇത്തവണ ചൂട് വളരെ കൂടുതലായതിനാൽ നമ്മുടെ ക്ഷേത്രം മേൽശാന്തി താമസിക്കുന്ന റൂമിൽ AC വെച്ച് കൊടുക്കുകയും ചെയ്തു. അതുപോലെ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം വൃത്തിയാക്കുകയും ചെയ്തു. ആലിൻ്റെ സൈഡിൽ കൂടി മഴവെള്ളം വീഴുന്നത് തടയാൻ വേണ്ടി മെറ്റൽ ഷീറ്റും സിമെന്റ് ഷീറ്റും നാഗരാജാവിൻ്റെ പ്രകാശം ലഭിക്കുവാനും മഴവെള്ളം വീഴാതിരിക്കുവാനുമായി ഒരു ഫൈബറിൻ്റെ വിഷബിൾ ഷീറ്റ് ഇട്ടു. എന്നിരുന്നാലും ശാശ്വത പരിഹാരമായിട്ടുള്ള ഇനിയും 3 സിമെന്റ് ഷീറ്റ് കൂടി മാറ്റേണ്ടതുണ്ട്. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ പനയുണങ്ങിയത്. നമ്മുടെ കോർപ്പറേറ്റർ ശ്രീ സോമനാഥ് സാംഗ്ലയോട് പറഞ്ഞ് അതനുസരിച്ച് അദ്ദേഹം BMCയിൽ നിന്ന് ആൾക്കാരെ വിട്ട് ആ പന മുറിച്ച് മാറ്റി തരികയും ചെയ്തു. നമ്മുടെ ക്ഷേത്രത്തിന് മുകൾ ഭാഗം കാലപ്പഴക്കമായതുകൊണ്ട് എത്ര മെയിൻ്റനൻസ് പണി ചെയ്താലും ദോഷം മുഴുവനായി പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ആയില്യപൂജ എല്ലാ മാസവും ആയില്യം നാളിൽ നമ്മൾ ആയില്യപൂജ നടത്തി വരുന്നു. മണ്ണാർശാല ആയില്യവും വെട്ടിക്കോട്ട ആയില്യവും നാഗപഞ്ചമിയും നമ്മൾ സ്പെഷ്യൽ പൂജകൾ നടത്തി വരുന്നുണ്ട്. കുങ്കുമാഭിഷേകം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഉദ്ദേശിച്ച കാര്യസിദ്ധിക്കായി കുങ്കുമാഭിഷേകം നടത്തി വരുന്നു. എല്ലാ മാസത്തിലും ഒരു രൂപ കഴിച്ച ഭദ്രകാളി പൂജയും നടത്തി വരുന്നു. ഈ വർഷം വേലകളൊക്കെ കാലയളവിൽ നമ്മൾ മാവേലിക്കൽ ശ്രീകുമാറിൻ്റെ ഗാനസുതയും ബ്രഹ്മാത്മിക ഭജന സമിതിയുടെ ഭജനയും നടത്തിയിരുന്നു. നമ്മുടെ ബാലഗോകുലം കുട്ടികളുടെ ഗോകുലോത്സവം നടത്തിയിരുന്നു. കുട്ടികളുടെ പ്രോഗ്രാം വളരെ മികവുപുലർത്തിയിരുന്നു. മതിയായി ലക്ഷ്മി നാരായൺ നഗർ ശ്രീമാൻ സംഗീതം സന്നിഹിതനായിരുന്നു. കുട്ടികളുടെ പ്രോഗ്രാം വളരെ മികവ് പുലർത്തിയിരുന്നു. പങ്കെടുത്ത എല്ലാ കുട്ടികളും അവരെ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടുവന്ന ടീച്ചർമാർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മൾ ഈ വർഷം നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ
ഗുരുജനങ്ങളെ ആദരിക്കുകയുണ്ടായി. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഗുരുജനങ്ങൾക്കും പ്രശസ്തി പത്രവും ഷാളും നൽകി അവരെ ആദരിക്കുകയുണ്ടായി. വാർദ്ധക്യമായ അസുഖങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത ഗുരുക്കന്മാരെ അവരുടെ ഭവനത്തിൽ എത്തിച്ച് ആദരിക്കുകയും ചെയ്തു. ക്ഷേത്ര പുനരുദ്ധാരണം. നമ്മുടെ ക്ഷേത്രം നവീകരിച്ച് പണിതു തരാമെന്ന് ദിലീപ് പറഞ്ഞതനുസരിച്ച് പലതവണ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. ഒരു ദിവസം അദ്ദേഹം നമ്മുടെ ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം ഒരു ദിവസം കാണുകയും ഡ്രോയിങ്ങുമായി ചെല്ലാൻ പറയുകയും ചെയ്തു. അതനുസരിച്ച് ഡ്രോയിങ് പ്ലാൻ ഉണ്ടാക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രം മേൽശാന്തി. നമ്മുടെ ക്ഷേത്രം മേൽശാന്തി അജയ്കുമാർ തിരുമേനി വളരെ നല്ല രീതിയിൽ പൂജകൾ ചെയ്തു വരുന്നു. നമ്മുടെ ഒരു കുടുംബത്തെ പോലെ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പൂജകൾ എല്ലാം വളരെ നല്ല രീതിയിലും വൃത്തിയായും ചെയ്തു വരുന്നു. എല്ലാ വർഷവും ശമ്പള വർദ്ധനം നടത്താറുണ്ട്. പതിപോലെ ഈ വർഷവും നമ്മൾ എല്ലാവരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുകയുണ്ടായി. നമ്മുടെ തിരുമേനിക്ക് 28,000 രൂപയിൽ നിന്ന് 30,000 രൂപയാക്കി. ശ്രീ രാമേന്ദ്രൻ നായർ മാനേജർക്ക് 14,000 രൂപയിൽ നിന്ന് 15,000 രൂപയാക്കി. രാവിലെ പാത്രം കഴുകുകയും അമ്പലം വൃത്തിയാക്കുകയും ചെയ്യുന്ന ബീനാബായിക്ക് 9,200 നിന്ന് 9,500 രൂപയാക്കി. വൈകിട്ട് പാത്രം വൃത്തിയാക്കുന്ന അനിതയ്ക്ക് 3,000 രൂപയിൽ നിന്ന് 3,500 രൂപ ആക്കി. നമ്മുടെ ക്ഷേത്രത്തിലെ പൂജകൾ കഴിഞ്ഞുള്ള വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോകുന്ന സന്തോഷിന് 600 രൂപയിൽ നിന്ന് 800 രൂപയും ആക്കിയിട്ടുണ്ട്. റൂമിൻ്റെ റെൻറ്റ്. നമ്മുടെ മുകളിലത്തെ 3 റൂമുകൾ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. 7,500 രൂപയായിരുന്നു ഇതിന് വാടക. ഇപ്പോൾ 500 രൂപയുടെ കൂട്ടി 8,000 രൂപ ആക്കി കൊടുത്തിരിക്കുന്നു. ഗോകുലോത്സവം. നമ്മുടെ ക്ഷേത്രത്തിൽ ബാലഗോകുല കുട്ടികളുടെ പരിപാടിയായ ഗോകുലോത്സവം നല്ലതായി നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. കുട്ടികളുടെ പ്രോഗ്രാം വളരെ മികവുപുലർത്തുന്നതായിരുന്നു. പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനവും നൽകുകയുണ്ടായി. പ്രത്യേക ഗസ്റ്റായി നമ്മൾ ആരെയും ക്ഷണിച്ചിരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലെത്തിയ സ്വയംസേവകൻ സംഗീത് നലവടയെ വിശിഷ്ടാതിഥിയാക്കുകയും ചെയ്തു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാരിതോഷികങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. എല്ലാ ഞായറാഴ്ചയും കുറച്ച് സമയമെങ്കിലും നമ്മുടെ ഹിന്ദു സംസ്കാര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ടീച്ചർമാരായ സിന്ധു ജയ നായർക്കും നന്ദി അറിയിച്ചുകൊടുന്നു. നിരക്ക് വർധനവ്. പൂജാ സാധനങ്ങളുടെ വില വർധനവ് കാരണം പൂജാ നിരക്കുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതായി വന്നു. പുതിയ നിരക്ക് നീരാഞ്ജനത്തിന് 60 രൂപ, എഴുത്തിന് 30 രൂപ, അർച്ചന 40 രൂപ, പുഷ്പാഞ്ജലി 25 രൂപ, കുങ്കുമാഭിഷേകം 30 രൂപ, ഉദയാസ്തമന പൂജ 6,500 രൂപ, തിലകോമം 3,000 രൂപ എന്നീ നിരക്കിലാക്കിയിരിക്കുന്നു. ഈ 300 നമ്മൾ ഈ കാലയളവിൽ നടത്തിയ വിശേഷാൽ പൂജകൾ. മഹാമൃത്യുഞ്ജയ ഹോമം. നമ്മൾ ഈ കാലയളവിൽ സമൂഹ മൃത്യുഞ്ജയ ഹോമം നടത്തിയുണ്ടായി. ഈ ഹോമത്തിൽ 378 അംഗങ്ങൾ പങ്കെടുത്തു. ഒരു ത്രിപുര സുന്ദരി അർച്ചനയും നടത്തിയിരുന്നു. ഈ പൂജയിൽ 55 അംഗങ്ങൾ പങ്കെടുത്തു. തുടർന്ന് നമ്മൾ ഒരു വിഷ്ണു സഹസ്രനാമ അർച്ചനയും നടത്തിയുണ്ടായി. ഈ പൂജയിൽ 63 അംഗങ്ങൾ പങ്കെടുത്തു. നമ്മൾ നടത്തിയ എല്ലാ വിശേഷ പൂജകളും വളരെ നല്ലതായി നടത്തുവാൻ സാധിച്ചു. ഈ കാലയളവിൽ ശ്രീമാൻ രാജഗോപാലൻ നായരുടെ വകയായി ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും മുകളിലത്തെ റൂമിൽ ഒരു വാട്ടർ ഗിറ്ററും അദ്ദേഹം തന്നിട്ടുണ്ട്. ശാന്ത നായർ ഒരു നാഴി, തീർത്ഥം കൊടുക്കുന്ന ഒരു ചെമ്പ് പാത്രം, അശ്വതി എന്നൊരു ഭക്ത 2 ചെറിയ വിളക്ക്, ലിംബി എന്നൊരു ഭക്ത 2 ചെറിയ വിളക്ക്. ഇവയാണ് ഈ കാലയളവിൽ ക്ഷേത്രത്തിലേക്ക് സംഭാവനയായി നിത്യ സാധനങ്ങൾ. ശാന്തചേച്ചി ഒരു പറയും ഒരു നാഴിയും തീർത്ഥം കൊടുക്കുന്ന ഒരു പാത്രവും ചെമ്പ് പാത്രം കൂടി 3 സാധനങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതാണ് ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. പ്രസിഡന്റ് കെ സനൽകുമാർ, വൈസ് പ്രസിഡന്റ് രാജഗോപാലൻ നായർ, സെക്രട്ടറി സദാശിവൻ പിള്ള, സെക്രട്ടറി ഹരികുമാർ പിള്ളൈ, ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ
ഒന്ന് രോഗത്തിൻ്റെ പേരാണ് ഒന്ന് ഇട്ടേക്കുന്നത് അനിൽകുമാർ LIC ട്രഷറർ ഭാസ്കർഭായ്, ജോയിന്റ് ട്രഷറർ ബാബു P. നായർ, ഇന്ത്യൻ ഓഡിറ്റർ കണ്ണൻ പിള്ളை.